പാലക്കാട് നഗരസഭ ബി.ജെ.പി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷവും തർക്കം. സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസിന് എതിരെ RSSന് പരാതി നൽകി ഒരു വിഭാഗം. തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പട്ടിക്കര നിവാസികൾ എന്ന പേരിലാണ് പരാതി. അതേസമയം എല്ലാത്തിനും ഉത്തരം പറയേണ്ടത് ജില്ലാ അധ്യക്ഷനും സംസ്ഥാന നേതൃത്വവുമാണെന്ന് ഇ കൃഷ്ണദാസ് പറഞ്ഞു. പാലക്കാട് ബി.ജെ.പിയിലെ ഉൾപോര് വളരെ രൂക്ഷമായി തന്നെ നിലനിൽക്കുകയാണ്. കുറെ നാളുകളായി നമ്മൾ അതിന്റെ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്താണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കൃഷ്ണദാസിനെതിരെ നടക്കുന്ന ഒരു ക്യാമ്പയിനാണ്. കൃഷ്ണദാസിനെതിരെ അദ്ദേഹത്തിന് മത്സരിക്കുന്ന വാർഡിൽ 177 പേർ ഒപ്പിട്ട ഒരു കത്ത് RSSന് പോകുന്നു. ആ RSSന് പോകുന്ന കത്തിൽ പറയുന്നത് കൃഷ്ണദാസ് അല്ല ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയായി വേണ്ടത്, ആ വാർഡിൽ തന്നെ മറ്റുള്ള ഒരാളാണ്, മറ്റേ ഒരാൾ, ആ വാർഡിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയായി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു കത്ത് പോകുന്നത്. സ്വാഭാവികമായും ഈ കത്തിൽ ഒപ്പിട്ടവരും ഈ കത്ത് നൽകുന്നതും സ്വാഭാവികമായും ബി.ജെ.പിയോട് അടുത്തു നിൽക്കുന്ന ആളുകൾ തന്നെയാണെന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിന് പിന്നിൽ എതിർപക്ഷമാണെന്നുള്ള ആക്ഷേപം ശക്തമായി വരുന്നുണ്ട്. എന്നാൽ ഇതിനോട് കൃഷ്ണദാസ് പ്രതികരിക്കുന്നത് അത്തരത്തിലൊന്നുമില്ല, സംഘപരിവാറിലെ അല്ലെങ്കിൽ ആരുമായി ബന്ധപ്പെട്ട ആരുമല്ല ഈ കത്തിന് പിന്നിലെന്നാണ്. ഇത്തരത്തിലുള്ള ഒരു സംഗതിയും ഞങ്ങളെ പിന്നോട്ട് അടുപ്പിക്കുന്നില്ല. പാത മുന്നോട്ടാണ്. വികസിത പാലക്കാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ്. അത് നിങ്ങളുടെ അനുമാനം മാത്രമാണ്. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റക്കെട്ടാണ്. അല്ല, അത് തീർത്തും അത് തെറ്റായ ഒരു വാർത്തയാണ്. ഏതായാലും ബി.ജെ.പിയിൽ ശക്തമായ ഉൾപോര് നിലനിൽക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. കൃഷ്ണകുമാറിന്റെ എതിർവിഭാഗത്തിലുള്ള 2 പേർക്ക് മാത്രമാണ് സീറ്റ് നൽകിയത്. അതിലൊരാളാണ് കൃഷ്ണദാസ്. പക്ഷേ കൃഷ്ണദാസിനെയും ആ മണ്ഡലത്തിൽ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങളും വളരെ വ്യാപകമായി തന്നെ പാലക്കാട് നഗരസഭയിൽ പ്രചരിക്കുന്നുണ്ട്. പാലക്കാട് നഗരസഭയ്ക്കുള്ളിലും അതോടൊപ്പം തന്നെ കൃഷ്ണദാസ് പക്ഷവും തമ്മിലുള്ള സംഘർഷവും വലിയ രീതിയിൽ തന്നെ കൂടുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്തകൾ.